കസ്റ്റംസ് പരിശോധനയിൽ പ്രതികരിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിപ്പിന് ഇരയായി പോയതാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇത്തരം തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായിരിക്കുന്നു. കേരളത്തിന് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുതിയ നിയമം അനുസരിച്ച് ഇത്തരം വാഹനങ്ങൾക്ക് എവിടെയും ഓടാമെന്നും കെ.ബി. ഗണേഷ് കുമാർ 24-നോട്. ഇവരെല്ലാം കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ ടാക്സ് അടച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അത് നമുക്ക് മറ്റു കാര്യങ്ങൾ കസ്റ്റംസിനാരും നമുക്കറിയത്തില്ല. ഇവിടെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ MVDക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ യാതൊരു മര്യാദയും ഇല്ലാതെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രേഷൻ അത് തടയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കണം. ടാക്സ് വെട്ടിപ്പിൻ്റെ ഭാഗമായി ധാരാളം ബസ്സുകൾ, ലോറികൾ, ഇവിടെ നിങ്ങൾ തന്നെ എറണാകുളത്ത് നിന്ന് നോക്കിയാൽ പോകുന്ന ലോറിയെല്ലാം നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. ഉടമസ്ഥൻ ഇവിടെ തൃപ്പൂണിത്തറയിലും കോട്ടയത്തും ഒക്കെ താമസിക്കുന്ന ആളുകളാണ്. നാഗാലാൻഡിലാണ് രജിസ്ട്രേഷൻ. അവർക്ക് വണ്ടിയോടുള്ള ക്രൈസും ഉണ്ട്, ഒരു വണ്ടി കൊടുക്കാനുണ്ട്, മോഹവിലയാണ്, ചോദിച്ച വില കൊടുത്തു കാണും. ഇതിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യം കസ്റ്റംസാണ് കണ്ടുപിടിക്കേണ്ടത്. താരങ്ങളടക്കമുള്ളവർ തട്ടിപ്പിന് ഇരയായതാവും. തട്ടിപ്പിന് ഇരയായിരിക്കും. അവരൊന്നും അങ്ങനെ കള്ളക്കടത്തിലൊന്നും കൊണ്ടുവരുന്ന ആളുകളല്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം അവർക്കില്ല. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശരിയാണ്. റാഫി പറയൂ. അല്പസമയം മുൻപാണ് കെ.ബി. ഗണേഷ് കുമാർ ഈ കസ്റ്റംസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24-നോട് പ്രതികരിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ കസ്റ്റംസിന്റെ പരിശോധന നടന്ന ഈ വിഷയം ഇത് പല സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. കാരണം ഹിമാചൽ പ്രദേശ് പോലുള്ള, നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വാഹനങ്ങൾ കാണാതെ പോലും രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇത്തരം വാഹനങ്ങൾ കാണാതെ പോലും രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ നിലയിലുള്ള തട്ടിപ്പുകൾ നടക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ കേരളത്തിലേക്ക് എത്തുന്ന ബസ്സുകളും ലോറികളും എല്ലാം ഈ നിലയിലുള്ള തട്ടിപ്പുകളുടെ ഭാഗമായി, ഈ തട്ടിപ്പുകൾക്ക് ഭാഗമായിക്കൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദുൽഖർ സൽമാനെ പോലുള്ള ആളുകൾ ഈ തട്ടിപ്പിനിരയായി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വ്യാജരേഖകൾ ചമച്ചാകാം ഈ തട്ടിപ്പുകാർ ദുൽഖർ സൽമാനെ പോലുള്ളവരെ കബളിപ്പിച്ചതെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. പുതിയ നിയമങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് ഇത്തരം വാഹനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പരിശോധനയും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കില്ല. ആ മോട്ടോർ വാഹന വകുപ്പിന് സംസ്ഥാനത്തെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പരിശോധിക്കാൻ കഴിയുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നടന്ന സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ദുൽഖറിന്റെ വീട്ടിൽ അടക്കമുള്ള പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. ഇത്തരം പരിശോധനകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഈ പരിശോധനകൾക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകുമെന്നും ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കുമെന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ 24-നോട് പങ്കുവച്ചത്. എന്തായാലും ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ദുൽഖറിന്റെ അടക്കം വീടുകളിലെ വാഹനങ്ങളിൽ പരിശോധന നടത്തിയ ഒരു സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിക്കുമ്പോൾ എന്ത് നടപടിയാകും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.